PRP, പ്ലേറ്റ്ലെറ്റ് റിച്ച് പ്ലാസ്മ. സാധാരണ രീതിയിൽ നമ്മൾ കയ്യിൽ നിന്ന് ബ്ലഡ് എടുത്തിട്ട് നമ്മളതിന് PRP വേർതിരിച്ചെടുക്കുക ചെയ്യുന്നത്. അതിന് പല ടെക്നിക്കുകളുണ്ട്, പ്രോട്ടോക്കോളുണ്ട്, എങ്ങനെ ചെയ്യണം, എപ്പോൾ ചെയ്യണം, അതിൻ്റെ മുമ്പ് എന്ത് ചെയ്യണം, ശേഷം ചെയ്യണം, അങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട്. PRP ചെയ്യുമ്പോൾ അതിൽ എക്സ്പേർട്ട് ആയിട്ടുള്ളവർ തന്നെ ചെയ്യണം. BMAC, ബോൺ മാരോ ആസ്പിറേറ്റ് കോൺസെൻട്രേറ്റ്. ഇവിടെ PRP-യായിട്ടും കുറച്ചുകൂടെ ക്വാളിറ്റി കൂടിയതാണ് സ്റ്റെം സെല്ല് എന്നൊക്കെ പറയും. അഡിപ്പോസ് ഡിറൈവ്ഡ് സ്റ്റെം സെൽസ് എന്ന് പറയുന്നത്. അഡിപ്പോസ് എന്ന് വെച്ചാൽ ഫാറ്റാണ്. ഇത് നമ്മൾക്ക് ഒരു പേഷ്യൻറ്റിനോട് ഇത് ചെയ്താൽ പൂർണ്ണമായിട്ട് മാറുന്ന അങ്ങനെ ഒന്നുള്ള അവകാശമൊന്നും ഒരിക്കലും കൊടുക്കാൻ പറ്റില്ല. എന്താണ് റീജനറേറ്റീവ് മെഡിസിൻ അല്ലെങ്കിൽ റീജനറേറ്റീവ് ബയോളജിക്സ് എന്നൊക്കെ പറയും. നമ്മളിപ്പോൾ പുതിയതായിട്ട് കേൾക്കുന്ന ടേമാണ്, പ്രത്യേകിച്ച് പെയിൻ മെഡിസിനിൽ അല്ലെങ്കിൽ നമ്മുടെ വേദനകളിലെല്ലാം വളരെയധികം യൂസ് ചെയ്യുന്ന ടേമാണ് റീജനറേറ്റീവ് മെഡിസിൻ എന്ന് പറയുന്നത്. റീജനറേറ്റ്, അതായത് ജനറേറ്റ് എന്ന് പറഞ്ഞാൽ അവിടെ ആദ്യം ഒരു സംഭവമുണ്ട്, നമുക്കൊരു ജോയിൻ്റ് ഉണ്ട്, അല്ലെങ്കിൽ മസിലുണ്ട്, അല്ലെങ്കിൽ ലിഗമെൻ്റ് ഉണ്ട്. അവിടെ രണ്ടാമതൊന്ന് നമ്മൾ ഉണ്ടാക്കുന്ന റീജനറേറ്റ് എന്ന് പറയുന്നത്. ഇതിന് റീജനറേറ്റീവ് മെഡിസിൻ എന്ന് പറഞ്ഞാൽ ഇതൊരു പുതിയൊരു മെഡിക്കൽ ഫീൽഡാണ്. അതിങ്ങനെ ഇവോൾവിങ് ആണ്. അതായത് അതിനെക്കുറിച്ചുള്ള സ്റ്റഡികൾ നടത്തിയിട്ടുണ്ട്. കുറേ സ്റ്റഡികളിൽ കുറേ ജോയിൻറ്റുകളിലെല്ലാം ആ റീജനറേറ്റീവ് മെഡിസിൻ അപ്ലൈ ചെയ്യുമ്പോൾ അതിന് നല്ല റിസൾട്ട് ഉണ്ട്. അത് ഏതൊക്കെ വിധേനയാണ് നമ്മൾ കൊടുക്കുന്നത് നോക്കാം. നമ്മളെ ശരീരത്തിൽ കുറേ ധാതുക്കൾ അല്ലെങ്കിൽ ഗ്രോത്ത് ഫാക്ടേഴ്സ് അല്ലെങ്കിൽ സ്റ്റെം സെൽസ് അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? നമുക്കൊരു മുറിവ് അല്ലെങ്കിൽ ഒരു ഇഞ്ചുറി ആയാൽ അതവിടെ റിപ്പയർ, നമുക്കൊരു നല്ലൊരു കട്ട് ഇഞ്ചുറി ആയി അവിടെ ഇങ്ങനെ ബ്ലഡ് പൊടിയും, കുറച്ച് കഴിഞ്ഞാൽ അത് നമ്മൾ മരുന്ന് തേച്ചില്ലെങ്കിലും ഓയിൻമെൻറ്റ് അപ്ലൈ ചെയ്തില്ലെങ്കിൽ താനെ ഒരു 2-3 ആഴ്ച കഴിയുമ്പോൾ അത് മാറും, അല്ലെങ്കിൽ അത് ഫുള്ളായിട്ട് ഹീലാവും. അതെന്തുകൊണ്ടാണ്? അത് നമ്മൾ ബോഡിയുടെ പ്രൊട്ടക്റ്റീവ് അല്ലെങ്കിൽ ബോഡിയുടെ ഇമ്മ്യൂണിറ്റി മെക്കാനിസം അല്ലെങ്കിൽ ബോഡിയുടെ ഗ്രോത്ത് ഫാക്ടേഴ്സ്, അതായത് ബോഡിയുടെ റീജനറേറ്റീവ് പവറാണ് സൂചിപ്പിക്കുന്നത്. നമ്മുടെ ബോഡിയിൽ എന്ത് ഡാമേജ് ഉണ്ടായാലും ബോഡി അതിനെ മാക്സിമം റിപ്പയർ ചെയ്യാൻ നോക്കും. റിപ്പയർ ചെയ്യാൻ പറ്റാതെ അല്ലെങ്കിൽ അതിനേറെ ഡാമേജ് ഉണ്ടായാൽ മാത്രമേ നമുക്കത് കൂടുതലായിട്ട് അതിൻ്റെ ഗ്രേഡിങ്ങിലോട്ട് മാറിയിട്ട് അത് സർജിക്കൽ ഇൻ്റർവെൻഷൻസ് ആവശ്യം വരുള്ളൂ. ഇപ്പോൾ ഏത് കാരണങ്ങളായിട്ട്, ഒരു ഉദാഹരണത്തിന് റീജനറേറ്റീവ് മെഡിസിൻ അല്ലെങ്കിൽ പെയിൻ ബയോളജിക്സ്, വേദനയിൽ ഉപയോഗിക്കുന്ന ബയോളജിക്കലായിട്ടുള്ള നമ്മുടെ ശരീരത്തിലുള്ള കാര്യങ്ങൾക്കാണ് പെയിൻ ബയോളജിക്സ് അല്ലെങ്കിൽ ഓർത്തോ ബയോളജിക്സ് എന്നൊക്കെ പറയും. ഇത് നമ്മൾ കാര്യത്തിൽ കൂടുതൽ ഉപയോഗിക്കുന്ന 3-4 കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഒന്നാണ് PRP, പ്ലേറ്റ്ലെറ്റ് റിച്ച് പ്ലാസ്മ. പ്ലാസ്മ എന്ന് പറഞ്ഞാൽ നമ്മളെ ബ്ലഡ്, നമ്മളെ ബോഡിയിലെ ഏറ്റവും വലിയൊരു ഒഴുകിക്കൊണ്ടിരിക്കുന്ന, ഫുൾ ടൈം ഒഴുകിയിരിക്കുന്ന ഒരു ഓർഗൻ തന്നെ പറയാം. ഒരു വെള്ളം അല്ലെങ്കിൽ ഒരു ഫ്ലൂയിഡാണ് നമ്മൾ ബ്ലഡ് എന്ന് പറയുന്നത്. അതിൻ്റെ മെയിൻ കമ്പണൻ്റ് പ്ലാസ്മ. ഈ പ്ലാസ്മയിൽ പ്ലേറ്റ്ലെറ്റ് എന്ന് പറയുന്ന, അതേപോലെ ഗ്രോത്ത് ഫാക്ടേഴ്സ്, ഇതെല്ലാം മിക്സ് ആയിട്ടുള്ള ഒരു കോൺസെൻട്രേറ്റ് ഉണ്ടാക്കുന്നതിനാണ് PRP എന്ന് പറയുക. ഇതൊരാണ് മേജറായിട്ടുള്ള ഒരു കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു റീജനറേറ്റീവ് മെഡിസിൻ എന്ന് പറയുന്നത്. ഇതിൽ നമ്മൾ സാധാരണ രീതിയിൽ നമ്മൾ കയ്യിൽ നിന്ന് ബ്ലഡ് എടുത്തിട്ട് നമ്മളതിന് PRP വേർതിരിച്ചെടുക്കുക ചെയ്യുന്നത്. അതിന് പല ടെക്നിക്കുകളുണ്ട്, പ്രോട്ടോക്കോളുണ്ട്, എങ്ങനെ ചെയ്യണം, എപ്പോൾ ചെയ്യണം, അതിൻ്റെ മുമ്പ് എന്ത് ചെയ്യണം, ശേഷം ചെയ്യണം, അങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട്. ഈ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. ആർക്കൊക്കെ ചെയ്യണം, പേഷ്യൻ്റ് സെലക്ഷൻ, എല്ലാ പേഷ്യൻറ്റിനും ചെയ്യാൻ പറ്റുമോ ഇല്ലേ, ഇതൊക്കെയാണ് നമ്മൾ കാര്യമായിട്ട് നോക്കുന്നത്. ചില പേഷ്യൻറ്റിന്, അതായത് വളരെ ഗ്രേഡ് നല്ല തേയ്മാനമുള്ളവർ, നല്ല ബുദ്ധിമുട്ടുള്ളവർക്കും ചെയ്തുകൊണ്ട് വലിയ കാരണമുണ്ട്. അതൊക്കെ പേഷ്യൻറ്റിനോട് പറയണം. കാരണം ഇതൊരു നമുക്ക് എല്ലാവർക്കും PRP ചെയ്താൽ ഉടനെ റിസൾട്ട് ഉണ്ടാവുന്നതൊന്നുമില്ല. ഇത് മെയിനായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ, ഒന്ന് ഓസ്റ്റിയോ ആർത്രൈറ്റിസ്, നമ്മുടെ തേയ്മാനം, മുട്ടുകൾക്കും ജോയിൻറ്റുകൾക്കും തേയ്മാനം. അത് ഷോൾഡർ ജോയിൻ്റ് ആയിക്കോട്ടെ, നമ്മളെ ഇടുപ്പിലെ ജോയിൻ്റ് ആയിക്കോട്ടെ, താഴോട്ടുള്ള മുട്ടിലെ ജോയിൻ്റ് ആയിക്കോട്ടെ, നീ ജോയിൻ്റ്, മറ്റേ കാലിലെ ജോയിൻ്റ്, കഴുത്തിലെ ജോയിൻ്റ്, നട്ടെല്ലിലെ ജോയിൻ്റ്, ഈ തേയ്മാനത്തിനെല്ലാം നമുക്ക് PRP കൊടുക്കാൻ പറ്റും. എങ്ങനെ? അതിനുള്ള പേഷ്യൻ്റ് എലിജിബിളാണ്. അതായത് നല്ല ബുദ്ധിമുട്ടുണ്ട്, നല്ല ഗ്രേഡ് 4 തേയ്മാനമാണ്, തീരെ നടക്കാൻ പറ്റും, അങ്ങനെയാണെങ്കിൽ സർജിക്കലിൽ തന്നെ ചെയ്തിട്ട് സർജൻസിനെ കാണിച്ച് ചെയ്യണം. പക്ഷേ ചെറിയ മിനിമം ടു മോഡറേറ്റ് തേയ്മാനം, വേദന, നീർക്കെട്ടൊക്കെയാണെങ്കിൽ നമുക്ക് PRP ചെയ്താൽ ഒത്തിരി എഫക്റ്റീവ് ഉണ്ടാവും. ഇതിൻ്റെ മെയിനായിട്ടുള്ള അഡ്വാൻറ്റേജ് എന്താ വെച്ചാൽ, നമ്മൾ പ്രത്യേകിച്ച് പുറത്തുനിന്നുള്ള മെഡിസിനോ അല്ലെങ്കിൽ കാര്യങ്ങളോ ഒന്നും കൊടുക്കുന്നില്ല. നമ്മളെ ബ്ലഡിലുള്ള നമ്മളെ ബോഡീനെ റിപ്പയർ ചെയ്യാൻ ചെയ്യുമ്പോൾ നമ്മളെ ബോഡീൻ്റെ ജോയിൻറ്റുകളുടെ മൊബിലിറ്റി, ഇളക്കത്തിനെല്ലാം സഹായിക്കുന്ന, അവിടെയുള്ള ഗ്രോത്ത്, രണ്ടാമത് അവിടെയുള്ള ടിഷ്യൂ അല്ലെങ്കിൽ അവിടെയുള്ള ജോയിൻറ്റിലുള്ള രണ്ടാമത് അവിടെ പവർ കൂട്ടി മസിൽ ബിൽഡ് ചെയ്യാൻ സഹായിക്കുന്ന, സിഗ്നലിങ്ങിന് സഹായിക്കുന്ന ധാതുക്കളാണ് ഈ PRPയിലുള്ളത്. ഇതാണ് മെയിനായിട്ട് PRP പലയിടത്തും കൊടുക്കുന്നുണ്ട്. നമ്മളെ മുടി വളരാൻ കൊടുക്കുന്നുണ്ട്, കണ്ണുകൾ, ജോയിൻറ്റുകൾ, നട്ടെല്ല്, ഷോൾഡർ, ടെന്നീസ് എൽബോ, കൈക്ക് തന്നെ കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ ബാക്കിലെ നട്ടെല്ല്, ഡിസ്ക് റിലേറ്റഡ് കാര്യങ്ങൾക്ക്,
അതേപോലെ ഇടുപ്പിലെ ഹിപ്പിന് വരുന്ന തേയ്മാനങ്ങൾക്ക്, കാലിനുള്ള മസിലിൻ്റെ മസിലുകൾ ചെറുതായിട്ട് പൊട്ടുന്നത്, കീറുന്നത്, ഇതിനെല്ലാം PRP കൊടുത്താൽ, അതേപോലെ എല്ലുകൾക്ക് തന്നെ ഫുള്ളായിട്ട് കൂടാത്ത, എല്ല് പൊട്ടിയിട്ട് രണ്ടാമത് ഫുള്ളായിട്ട് കൂടാത്തതിനെല്ലാം PRP കൊടുത്താൽ, അതേപോലെ ജോയിൻറ്റുകൾക്ക്, എല്ലാ ജോയിൻറ്റുകൾക്കും PRP കൊടുക്കാൻ പറ്റും. ഇതാണ് PRPയെ കുറിച്ച് പറയാനുള്ളത്. പക്ഷേ ഒരു കാര്യം കൂടെ പറയാം, PRP ചെയ്യുമ്പോൾ അതിൽ എക്സ്പേർട്ട് ആയിട്ടുള്ളവർ തന്നെ ചെയ്യണം. കാരണം എല്ലാ PRPയും അതിൻ്റെ ക്വാളിറ്റി വ്യത്യാസമുണ്ട്. ഒരു PRP ഉണ്ടാക്കുന്നതിൻ്റെ പ്രോട്ടോക്കോൾ, അതിൻ്റെ ക്വാളിറ്റി, അതിൻ്റെ പ്രൊസീജിയർ ടൈം, അതിൻ്റെ റേറ്റ്, അതിൻ്റെ സ്പിന്നിങ് മെത്തേഡ്, ഇതെല്ലാം അതിനെ ഡിപ്പെൻഡ് ചെയ്യും. അതേപോലെ അതിൻ്റെ കൂടെ എന്തൊക്കെ ചെയ്യണം, എങ്ങനെ റീഹാബിലിറ്റേറ്റ് ചെയ്യണം, എന്തൊക്കെ മെഡിസിൻ കൊടുക്കണം, എന്തൊക്കെ മെഡിസിൻ കഴിക്കരുത്, ഇതെല്ലാം കൂടെ അറിഞ്ഞാൽ മാത്രമേ PRP നല്ല സക്സസ് ആവുള്ളൂ. അതേപോലെ തന്നെയാണ് പേഷ്യൻ്റ് സെലക്ഷൻ. എല്ലാ പേഷ്യൻറ്റിനോടും നമുക്ക് പറയാൻ പറ്റില്ല നിങ്ങൾക്ക് ഈ PRP എടുത്ത് ഫുള്ളായിട്ട് മാറും. ഇതൊരു സ്ലോ പ്രോസസ്സിംഗ് ആണ്. നമ്മളെ ബോഡിയിൽ നടക്കുന്ന ഹീലിംഗ് പ്രോസസ്സ്, ഒരു ജോയിൻറ്റിലുള്ള നീർക്കെട്ട് അല്ലെങ്കിൽ ജോയിൻറ്റിലുള്ള തേയ്മാനങ്ങൾ കുറക്കാനും വേണ്ടി നമ്മളെ ശരീരത്തിന് നമ്മളെ ഹെൽപ്പ് ചെയ്യാണ്, നമ്മളൊരു അസിസ്റ്റ് ചെയ്യുന്നതിനാണ് ഈ PRP അല്ലെങ്കിൽ റീജനറേറ്റീവ് തെറാപ്പി എന്ന് പറയുന്നത്. ഇതിൽ രണ്ടാമത്തെ റീജനറേറ്റീവ് തെറാപ്പിയാണ് BMAC, ബോൺ മാരോ ആസ്പിറേറ്റ് കോൺസെൻട്രേറ്റ്, അല്ലെങ്കിൽ സ്റ്റെം സെൽ എന്നൊക്കെ പറയും. ഈ BMAC പ്രത്യേകിച്ച് നമ്മളെ ഈ മീസെൻകൈമൽ സ്റ്റെം സെൽസ് അല്ലെങ്കിൽ സ്ട്രോമൽ സെൽസ് എന്നൊക്കെ പറയും. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മളെ ശരീരത്തിലുള്ള സെല്ല്, നമ്മൾ ബ്ലഡിലുണ്ടാകുന്ന സെല്ല്, ഇവർക്കൊരു പ്രത്യേകത ഉണ്ട്. അവിടെ എവിടെയെങ്കിലും അത് നിക്ഷേപിച്ചാൽ, ഇഞ്ചെക്ട് ചെയ്താൽ അവിടെയുള്ള ടിഷ്യൂ ആയിട്ട് മാറാനും അവിടെയുള്ള നീർക്കെട്ട് കുറയ്ക്കാനും അത് പല മെത്തേഡിലൂടെയാണ്. ഇപ്പോൾ ഒരു സ്ഥലത്ത് ഒരു സ്റ്റെം സെല്ല് നിക്ഷേപിച്ചാൽ അവിടെ ടിഷ്യൂ അല്ലെങ്കിൽ കാർട്ടിലേജ് അല്ലെങ്കിൽ തേയ്മാനം ഉണ്ടെങ്കിൽ അവിടെ രണ്ടാമതൊരു സിഗ്നലിംഗ് വഴി, അതായത് അവിടെയുള്ള ടിഷ്യൂ, അവിടെയുള്ള കാർട്ടിലേജ് ഗ്രോത്ത് ഉണ്ടാക്കാനും അവിടെയുള്ള നീർക്കെട്ട് കുറക്കാനും അത് പല മെത്തേഡ്, പാരക്രൈൻ സിഗ്നലിംഗ്, ഇമ്മ്യൂൺ മോഡിഫിക്കേഷൻ, അല്ലെങ്കിൽ ഇൻഫ്ലമേറ്ററി മാർക്കേഴ്സിൻ്റെ റിഡക്ഷൻ, ഇങ്ങനെ പല മെത്തേഡ് കൂടിയാണ് ഈ സ്റ്റെം സെല്ല്. കുറച്ചുകൂടെ PRP-യായിട്ടും കുറച്ചുകൂടെ ക്വാളിറ്റി കൂടിയതാണ് സ്റ്റെം സെല്ല് എന്നൊക്കെ പറയും. ഇതിനൊക്കെ ഒരുപാട് റെഗുലേഷൻസ്, ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് നമ്മൾക്ക് ഒരു പേഷ്യൻറ്റിനോട് ഇത് ചെയ്താൽ പൂർണ്ണമായിട്ട് മാറുന്ന അങ്ങനെയൊന്നുള്ള അവകാശം ഒരിക്കലും കൊടുക്കാൻ പറ്റില്ല. പല ക്വാളിറ്റി, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഞാൻ മുമ്പ് പറഞ്ഞപ്പോൾ പേഷ്യൻ്റ് സെലക്ഷനാണ്. നമ്മൾ പേഷ്യൻറ്റിന് ഇപ്പോൾ ആദ്യത്തെ തമ്മിലുള്ള മുട്ട് തേയ്മാനം, ഇനീഷ്യൽ സ്റ്റേജസ് ഓഫ് ഷോൾഡർ തേയ്മാനം, അങ്ങനത്തെ കാര്യങ്ങൾക്കുള്ളൊക്കെ ആണെങ്കിൽ നമുക്കിത് വളരെ എഫക്റ്റീവാണ്. ഈ BMAC പറഞ്ഞാൽ യൂഷ്വലി നമ്മൾ PRP നമ്മൾ ബ്ലഡ് എന്ന് വെച്ചാൽ ഷുഗറെല്ലാം ടെസ്റ്റ് ചെയ്ത് പോകുന്നത് നമ്മൾ ഞരമ്പിൽ നിന്നാണ് എടുക്കുന്നത്. പക്ഷേ BMAC നമ്മൾ ബോൺ മാരോ ആസ്പിറേറ്റ്, നമ്മൾ ഏതെങ്കിലും മെയിനായിട്ടുള്ള, അതായത് വേദന ഒന്നും അറിയാതെ എടുക്കുന്ന, നമ്മൾ ആ ഏരിയ മാത്രം തരിപ്പിച്ചിട്ട് നമ്മൾ ആ ബോണിൻ്റെ ഉള്ളിൽ നിന്ന് എടുക്കുന്ന കോൺസെൻട്രേറ്റാന്ന് പറയുന്നത്. അതിൻ്റെ ഉള്ളിൽ PRP പോലെ തന്നെ പ്ലേറ്റ്ലെറ്റ് ഉണ്ടാവും, സൈറ്റോകൈൻസ് ഉണ്ടാവും, ഗ്രോത്ത് ഫാക്ടേഴ്സ് ഉണ്ടാവും, സ്റ്റെം സെൽസ് ഉണ്ടാവും. ഇതെല്ലാം കൂടിയിട്ട്, അതായത് നമ്മളൊരു ഇതെന്താ പറയുക, ഒരു ചെറിയ ചെടി വളരുന്നുണ്ട്, അതിന് നമ്മൾ വെറുതെ, ഇതിനൊരു ഉദാഹരണം പറയണം, വെറുതെ നമ്മൾ വെള്ളം മാത്രം തയ്ച്ചു കൊടുത്തു, പക്ഷെ അവിടെ നല്ല വെയിലുണ്ട്, നല്ല ഇതുണ്ട്, അവിടുത്തെ മണ്ണിനത്ര ക്വാളിറ്റി ഇല്ലെങ്കിൽ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, കുറച്ച് വളം ഇട്ട് കൊടുക്കും, കുറച്ച് ഫെർട്ടിലൈസേഴ്സ് ഇട്ട് കൊടുക്കും, അതേപോലെ അവിടെ മരം കെട്ടും. ഇതാണ് നമ്മൾ പറയുന്നത്. ജോയിൻറ്റിന് ഡാമേജ് ഉണ്ടായാൽ അത് വെറും മെഡിസിന് കഴിച്ചാൽ അവിടെ 100% മെഡിസിനൊന്നും അവിടെ പോയി വർക്ക് ചെയ്യില്ല. അത് നമ്മളെ ബോഡിയിൽ ഫുള്ളായിട്ട് വർക്ക് ചെയ്യുന്ന കാര്യമാണ്. അപ്പോൾ വെറും വെള്ളം അടിച്ചുകൊണ്ട് മാത്രം കാര്യം, നമ്മൾ വളം ഇട്ട് കൊടുക്കണം, ഫെർട്ടിലൈസേഴ്സ് കൊടുക്കണം, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അത് ഗ്രോ ചെയ്യും. അതേപോലെയുള്ളൊരു സംഭവമാണ് ഈ PRP അല്ലെങ്കിൽ സ്റ്റെം സെൽ എന്ന് പറയുന്നത്. നമ്മളൊരു ടിഷ്യൂ ഡാമേജ് ഉണ്ടായി അവിടെ നമ്മൾ രണ്ടാമത് അവിടെ റിപ്പയർ ചെയ്യാണ്, റീഗ്രോത്ത് ചെയ്യാണ്, അവിടെ മൊബിലൈസേഷന് ഹെൽപ്പ് ചെയ്യാണ്, അവിടെയുള്ള പുതിയ രക്തക്കുഴലുകൾ ഉണ്ടാക്കിയിട്ട് ടിഷ്യൂവിന് ഹീൽ ചെയ്യാനുള്ള സമയം കൊടുക്കുകയാണ്. അതേപോലെ തന്നെ ഭാവിയിലുള്ള സർജറിക്കുള്ള സമയം ഡിലേ ചെയ്യുകയാണ്. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാനാണ് BMAC ഒരു സ്റ്റെം സെൽസ് അല്ലെങ്കിൽ PRP യൂസ് ചെയ്യുന്നത്. മൂന്നാമത്തെ ഇതിൽപ്പെട്ട റീജനറേറ്റീവ് ബയോളജിക്സ് ആണ്, അല്ലെങ്കിൽ പെയിൻ ബയോളജിക്സ് ആണ് അഡിപ്പോസ് ഡിറൈവ്ഡ് സ്റ്റെം സെൽസ് എന്ന് പറയുന്നത്. അഡിപ്പോസ് എന്ന് വെച്ചാൽ ഫാറ്റാണ്, നമ്മളെ ശരീരത്തിലെ കൊഴുപ്പ്. ഇത് നമ്മളെ വയറിൽ, പ്രത്യേകിച്ച് തടിയുള്ളവരെല്ലാം വയറിലെല്ലാം അമിഞ്ഞ് തോലിൻ്റെ ഉള്ളിലെല്ലാം കിടക്കുന്ന അബ്ഡമിനൽ ഫാറ്റ് എന്നെല്ലാം നമുക്ക് ഇത് വേർതിരിച്ചെടുക്കാം. ആ ഫാറ്റ് നമുക്ക് ചെറിയ ലോക്കൽ അനസ്തേഷ്യയിലൂടെ വലിച്ചെടുത്തിട്ട് നമുക്ക് അതിൽ നിന്നെല്ലാം സ്റ്റെം സെല്ല് എടുക്കായിട്ട് നമുക്ക് നമ്മുടെ മുട്ട് തേയ്മാനത്തിനും ജോയിൻറ്റ് തേയ്മാനത്തിനും എല്ലാം യൂസ് ചെയ്യാൻ പറ്റും. രണ്ട് ഉപയോഗമുണ്ട്. സ്റ്റെം സെല്ല് വളരെ ക്വാളിറ്റി കൂടിയതാണ് സ്ട്രോമൽ വാസ്കുലാർ ഫ്രാക്ചേഴ്സ്, അല്ലെങ്കിൽ SVF എന്നൊക്കെ പറയുന്ന തരത്തിലുള്ള സ്റ്റെം സെൽ. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മളൊരു ബോഡിയിൽ ഒരു സിഗ്നലിങ്, അവിടെ ഒരു സംഭവം ഡാമേജ് ഉണ്ടായിട്ടുണ്ട്, അവിടെ രണ്ടാമത് റിപ്പയർ വേണം,
അവിടെ ഇന്ന സെല്ലുകൾ, ഒരു സെല്ല് ഇട്ടാൽ അത് 100ആയിട്ട് മടങ്ങി 10 മടങ്ങായിട്ട് വർദ്ധിപ്പിച്ചിട്ട് അവിടെ റീജനറേറ്റീവ് പവർ കൂട്ടുന്ന കാര്യങ്ങളാണ് ഈ റീജനറേറ്റീവ് മെഡിസിൻ എന്ന് പറയുന്നത്. ഇത് ചെയ്യേണ്ട പേഷ്യൻസ് മനസ്സിലാക്കേണ്ട കാര്യമാണ്, ഇത് എല്ലാവർക്കും 100% വർക്കായിക്കോണമെന്നില്ല, ഉടനെ തന്നെ റിസൾട്ട് കിട്ടുന്ന ഒരു സംഭവമല്ല ഇത്. കാരണം ഇന്ന് PRP അല്ലെങ്കിൽ സ്റ്റെം സെല്ല് ചെയ്താൽ ഇന്ന് തന്നെ വേദന കുറഞ്ഞ് ഫുള്ളായിട്ട് ഓടി നടക്കണമെന്നില്ല. ഇതൊരു സ്ലോലായിട്ട് ഇന്ന് ചെയ്താൽ മെല്ലെ മെല്ലെ വേദന കുറഞ്ഞ് അവിടെ ഇങ്ങനെ ഹീലായിട്ട് അവിടെ ഇങ്ങനെ നീർക്കെട്ട് വലിഞ്ഞു പോയിട്ട് പുതിയതായിട്ടുള്ള റീജനറേഷൻ ആഴ്ചകൾ മുതൽ മാസങ്ങളോളം എടുക്കും. ഇതൊക്കെ നമ്മളൊരു പുറത്തുനിന്നുള്ള കുറേ മെഡിസിൻ കൊടുത്തിട്ട് നമ്മളെ ബോഡിയുടെ റിപ്പയർ കപ്പാസിറ്റി, റീജനറേറ്റീവ് കപ്പാസിറ്റി, ഇമ്മ്യൂണിറ്റി കപ്പാസിറ്റി, അല്ലെങ്കിൽ മൊബിലൈസേഷൻ കപ്പാസിറ്റി, മൊത്തത്തിലുള്ള റിപ്പയർ കപ്പാസിറ്റി അത് കൂട്ടാനും വേണ്ടിയുള്ള ഒരു ആഡഡ് അസിസ്റ്റ് ആണ് ഈ റീജനറേറ്റീവ് മെഡിസിൻ എന്ന് പറയുന്നത്. ഇതുകൊണ്ടുള്ള ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ, ഇതുകൊണ്ട് വേറെ ദോഷങ്ങളൊന്നുമില്ല. നമ്മൾ ക്യാൻസർ പേഷ്യൻസിലൊന്നും ഇത് യൂസ് ചെയ്യില്ല. ബാക്കിയുള്ള സാധാരണയുള്ള എല്ലാ പേഷ്യൻസിനും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഷുഗർ എല്ലാം കൺട്രോൾഡ് ആയിരിക്കണം. നമ്മളെ ബോഡിയിലെ തന്നെ ഒരു PRP അല്ലെങ്കിൽ സ്റ്റെം സെല്ല് നമ്മുടെ ബോഡിയിലോട്ട് തന്നെ ഇഞ്ചെക്ട് ചെയ്യുകയാണ്. അത് ഇഞ്ചെക്ട് ചെയ്യുമ്പം നമ്മൾ നല്ല സ്റ്റെറൈലായിട്ട് നല്ല വൃത്തിയുള്ള എൻവയോൺമെൻറ്റ് നമ്മൾ സ്കാനിങ് അണ്ടറിൽ നമ്മൾ കണ്ടുകൊണ്ട് എങ്ങോട്ടാണ് ഇഞ്ചെക്ട് ചെയ്യുന്നത് കണ്ടുകൊണ്ട് ചെയ്താൽ തന്നെ വളരെയധികം എഫക്റ്റീവായിട്ട് നിൽക്കുന്ന ഒരു പുതിയ ചികിത്സാ രീതിയാണ് PRP അല്ലെങ്കിൽ സ്റ്റെം സെൽ അല്ലെങ്കിൽ പെയിൻ ബയോളജിക്സ് അല്ലെങ്കിൽ റീജനറേറ്റീവ് മെഡിസിൻ എന്നൊക്കെ പറയുന്നത്. ഇത് അപ്കമ്മിങ് ആണ്, ഇത് ഇവോൾവ് ചെയ്ത് ഇതിൻ്റെ പല ഇതിലിപ്പോൾ ഡിസ്കിനെല്ലാം ഇതിനെക്കുറിച്ച് പഠനം നടന്നു വരുന്നു. നമ്മൾ നട്ടെല്ലുകൾക്കുള്ള ഫാസറ്റ് ജോയിൻറ്റുകളെക്കുറിച്ച് പഠനം നടന്നു വരുന്നു. ഷോൾഡർ ജോയിൻറ്റ്, മുട്ട് ജോയിൻറ്റ്, നീ ജോയിൻറ്റ്, നീ ജോയിൻറ്റിനെല്ലാം കൂടുതലായിട്ട് റിസൾട്ട് കാണിക്കുന്നുണ്ട്. ഇതിന് കൂടുതലായിട്ട് ഇതിങ്ങനെ അപ്കമ്മിങ് ആയിട്ട് വരുന്നത് വെച്ചാൽ ഇതിനുകൊണ്ട് നമ്മളെ ബോഡിയുള്ള ഹെൽപ്പ് ചെയ്യുന്ന, അതായത് നമുക്കൊരു എക്സ്ട്രാ സാധനം നമ്മളെ ബോഡിയിലുള്ള ബ്ലഡ് വെസൽസ് അല്ലെങ്കിൽ ബ്ലഡിൽ നിന്ന് എടുക്കുന്ന പ്രൊഡക്റ്റ് നമ്മുടെ ജോയിൻറ്റിൽ തന്നെ ഇട്ടിട്ട് അവിടെ രണ്ടാമത് അത് റീഗ്രോത്ത് ചെയ്യുമ്പോൾ സൈഡ് എഫക്റ്റുകൾ കുറവായിരിക്കും, വേറെ ഇഷ്യൂസ് ഒന്നും ഉണ്ടാവില്ല. അത് മെല്ലെ മെല്ലെ സ്ലോ ഗ്രോയിങ് ആയിരുന്നു. അതോടുകൂടി തന്നെ പെയിൻ മെഡിസിൻ എല്ലാം നമുക്ക് കുറച്ച് കൊണ്ടുവരാൻ പറ്റും. ഇതാണ് റീജനറേറ്റീവ് മെഡിസിൻ്റെ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ, ഇതിൻ്റെ കൂടെ തന്നെ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ, നമുക്കൊരു ഇഞ്ചക്ഷൻ PRP ചെയ്തുകൊണ്ടെല്ലാം ആവില്ല, അതിൻ്റെ കൂടെ തന്നെ എക്സസൈസുകൾ, വെയിറ്റ് കുറയ്ക്കുക, അതേപോലെ നല്ല ആൻറ്റി ഇൻഫ്ലമേറ്ററി ഡയറ്റ് കഴിക്കുക, പ്രോപ്പറായിട്ടുള്ള സ്ലീപ്പ് ചെയ്യുക, ഇങ്ങനെ ഒരു ഇൻ്റഗ്രേറ്റീവ് കെയർ, അതായത് പെയിൻ മെഡിസിൻ, വേദനയുടെ ഇൻ്റർവെൻഷൻസ് ചെയ്യുക, റീജനറേറ്റീവ് മെഡിസിൻ അല്ലെങ്കിൽ പ്ലേറ്റ്ലെറ്റ് സ്റ്റെം സെൽസ് എല്ലാം ചെയ്യുക, അതോടുകൂടി തന്നെ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷനും കൂടെ ചെയ്താൽ വളരെ ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇതാണ് നമ്മളെ ജോയിൻറ്റുകൾക്ക് ഉണ്ടാകുന്ന തേയ്മാനങ്ങൾ, ലിഗമെൻ്റ് ഇഷ്യൂവും. അതുപോലെ തന്നെ പെയിൻ ബയോളജിക്സ് എന്ന് പറഞ്ഞാൽ ഈ റീജനറേറ്റീവ് മെഡിസിനാണ് പുതിയ ഫീൽഡ്. ഇത്രയാണ് റീജനറേറ്റീവ് മെഡിസിനെ കുറിച്ച് പറയാനുള്ളത്. താങ്ക് യു.